ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണിത്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ അപ്പം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് ആ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ഗ്ലാസ് തേങ്ങ ചെറിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളം ചൂടുവെള്ളമായിരിക്കണം, നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കരുത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളത്തിലേക്ക്, ഇളം ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈസ്റ്റ് ഫെർമെൻറ്റ് ആയതിനു ശേഷം വേണം ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. കരികളൊന്നുമില്ലാതെ ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ദോശമാവിൻ്റെക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് കിട്ടേണ്ടത് കേട്ടോ. വെള്ളം കൂടി പോവരുത്. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇനി ഇത് ഒരു അരമണിക്കൂറും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അരമണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. അടച്ചു വെച്ച് അരമണിക്കൂർ വെക്കാം. അരമണിക്കൂറിന് ശേഷം തുറന്ന് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. മാവ് ഒന്നും കൂടി കട്ടിയായിട്ടുണ്ടാവും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ചട്ടി നല്ല ചൂടായിരിക്കുമ്പോൾ വേണം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഹോൾസ് വരും. ഇങ്ങനെ ഹോൾസ് വരുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. ഇതാകുമ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ അപ്പവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പം ചുടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ചട്ടി നല്ല ചൂടായിരിക്കുമ്പോൾ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇപ്പോൾ കണ്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ചപ്പാത്തി, ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കാറ്. ഇടയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണിത്. അപ്പോൾ എല്ലാ അപ്പവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.